നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘ്യതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഇന്ന് നമ്മുടെ ഗാന്ധാരി മാതാവിന് കൃഷ്ണനോടുള്ള ഒരു ചെറിയ ഇഷ്ടക്കുറവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗാന്ധാരിയെ നമുക്കൊക്കെ അറിയാമല്ലോ, 100 പേരുടെ അമ്മയാണ് ഇല്ലേ. വിവാഹം കഴിച്ച് അന്ന് കണ്ണു മൂടിക്കെട്ടിയ സ്ത്രീയാണ്. ഏറ്റവും സുന്ദരിയായിരുന്നു. പക്ഷേ നമ്മുടെ ഭീഷ്മരാണ് ചെന്ന് പെണ്ണ് ചോദിച്ച് അവിടെ ചെന്നിട്ട് ഗാന്ധാരിയുടെ ഗാന്ധാരദേശത്ത് ചെന്നിട്ട് രാജാവിനോട് അച്ഛനോട് ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം അന്ധനായ ഒരാളെ കൊണ്ട് മകളെ കല്യാണം കഴിപ്പിക്കാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുമോ? പക്ഷേ ഹസ്തിനപുരം നല്ല പ്രബലമായിട്ടുള്ളൊരു രാജ്യമായിരുന്നു. അതും ചെന്നിരിക്കുന്ന ഭീഷ്മരുമാണ്. അപ്പം ഈ ഭീഷ്മരോടും ഹസ്തിനപുരത്തിനോടും എതിരിട്ട് നിൽക്കാനായിട്ടുള്ള ധൈര്യവും ബലവും ഇല്ലാത്തതുകൊണ്ട് സമ്മതിച്ചു. അതാണ് ശകുനിക്ക് ഏറ്റവും ദേഷ്യം. ഹസ്തിനപുരം ഇങ്ങനെ ആക്കാനായിട്ട് അതിൻ്റെ ഒരു കാരണം ഈ ശകുനിയുടെ വിഷമം കൂടിയാണ്. എന്തായാലും അങ്ങനെ വിവാഹം കഴിച്ചു. ഈ കുട്ടി ആദ്യം അറിഞ്ഞില്ല ഇതൊന്നും. പക്ഷേ ഇവിടെ വന്ന് ഭർത്താവ് അന്ധനാണെന്നറിഞ്ഞ ആ സമയത്ത് തന്നെ കണ്ണ് മൂടിക്കെട്ടി. എനിക്ക് എൻ്റെ ഭർത്താവ് കാണാത്ത ഒന്നും എനിക്കും കാണണ്ട എന്നുള്ള ആ ഒരു ഉഗ്ര ശപഥത്തോടു കൂടി തന്നെ കണ്ണ് മൂടിക്കെട്ടി. അന്ന് മുതൽ ഒന്നും കണ്ടിട്ടില്ല. ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഇവരൊക്കെ ദുര്യോധനനും ദുശാസനും ഒക്കെ ഈ രീതിയിലായതുകൊണ്ട് അമ്മ നോക്കാത്തത് കൊണ്ടാണ്. അമ്മ അറിഞ്ഞില്ലല്ലോ, അച്ഛനെ അറിഞ്ഞുകൂടാ, അമ്മയ്ക്കും അറിഞ്ഞുകൂടാ എന്നുള്ളൊരവസ്ഥ വരുമ്പം പിന്നെ മക്കളെങ്ങനെ പോകുമെന്ന് അറിയില്ല. അത് തന്നെയല്ല, ഇപ്പം പറഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രാജാവാണ് അല്ലെ, രാജ്ഞിയാണ്. ഇവരുടെ അടുത്ത് നിന്ന് ആരെങ്കിലും മക്കളെക്കുറിച്ച് മോശമായിട്ട് പറയുമോ? പറയില്ല. വിതുരർ പറയുമായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ പുത്രസ്നേഹം കൊണ്ടും കൂടെ നമ്മുടെ ധൃതരാഷ്ട്ര അന്ധനായിരുന്നു. അതുകൊണ്ട് അതൊന്നും നടന്നില്ല. നമുക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. 100 മക്കളെ നഷ്ടപ്പെട്ടു. ഒരമ്മയുടെ 100 മക്കളെ നഷ്ടപ്പെട്ട ആ ഒരമ്മയുടെ വേദനയൊന്ന് ഓർത്ത് നോക്കി. അവസാനം എല്ലാവരും കൂടെ സഞ്ജയനോട് പറഞ്ഞു, എനിക്ക് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. ശരി, കൃഷ്ണനോടും ചെല്ലാൻ പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, അമ്മേ, എനിക്ക് കുറേ നാളായി ഞാൻ ദ്വാരകയിൽ നിന്ന് പോന്നിട്ട് എനിക്ക് അത്യാവശ്യമാണ്, ദ്വാരകയിലൊന്ന് പോകണമായിരുന്നു. അതുകൊണ്ട് ഞാൻ വരണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും കൃഷ്ണൻ വരണം എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ, കുന്തി മാതാവുണ്ട്, പാഞ്ചാലിയുണ്ട്, ഉത്തരയുണ്ട്, അങ്ങനെ സ്ത്രീകളെല്ലാവരും കൂടെ സഞ്ജയനും കൃഷ്ണനും ഉണ്ട്. അങ്ങനെ നമ്മുടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് പോവുകയാണ്. സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, എല്ലാം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഇങ്ങനെ ഓരോന്നും നടക്കുന്നത് പോലെയാണ് ഇങ്ങനെ പറയുന്നത്. ഗാന്ധാരി ആദ്യം പറയുന്നത് എന്നാണെന്നറിയോ? നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണരൂപീ കുമാരൻ മനോഹരൻ ചൊല്ലെഴും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലവീ വല്ലഭ നിൻ്റെ മരുമകൻ കൊല്ലിച്ചത് എന്തു നീ പൈതലേ? എടാ, ഈ കിടക്കുന്ന ഇവിടെയല്ലേ അഭിമന്യു മരിച്ചു വീണത്? ആ അഭിമന്യുവിനെ നിൻ്റെ മരുമകനല്ലേ? നിൻ്റെ വലിയ ചങ്ങാതിയല്ലേ അർജുനൻ? ആ അർജുനൻ്റെ മകൻ, നിൻ്റെ സഹോദരി സുഭദ്രയുടെ മകൻ. എന്തിനാ ആ കുഞ്ഞിനെ വരെ നീ കൊല്ലിച്ചത്? അങ്ങനെ ഓരോരുത്തരെയും കണ്ടങ്ങ് പോവുകയാണ്. ആ കാര്യം പറഞ്ഞ് അലമുറയിട്ടുണ്ട പോകുന്ന എല്ലാവരും അതെ, എല്ലാ സ്ത്രീകളും അതെ. എന്തായി പറയണേ? ആ യുദ്ധരംഗം ആ കുരുക്ഷേത്ര ഭൂമി നമ്മളൊന്ന് ആലോചിച്ചാൽ അറിയാമല്ലോ. അവസാനം ആ ദുര്യോധനൻ്റെ കാര്യം ഓർത്തപ്പോഴാണ്, അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത്, അയ്യോ, പട്ടു കിടക്കുമേലെ കിടക്കുന്ന നീ പട്ടു കിടക്കുമാറായിതോ ചോരയിൽ അല്ലേ? ആ പട്ടുമെത്തയിൽ അതുപോലെ തന്നെയോ ആ
ഗംഭീരമായുള്ള ആ പ്രൗഢിയും നാട്ടവും നോട്ടവും ഒക്കെ ആ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റും. ഇതൊക്കെ ഓർത്തിട്ട് ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഗാന്ധാരിക്കുണ്ടല്ലോ പണ്ട് മുതലേ ഇത് യുദ്ധം കഴിഞ്ഞപ്പോൾ മുതൽ മനസ്സിലിങ്ങനെ കൃഷ്ണനോടുള്ള ഈർഷ്യ അങ്ങനെ നീറിപ്പോകുകയാണ്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, കൃഷ്ണനില്ലായിരുന്നെങ്കിൽ ഈ യുദ്ധം ഒരിക്കലും പാണ്ഡവർ ജയിക്കില്ല. അത് നമുക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുതന്നെയല്ല, ഈ ഗാന്ധാരിക്കുള്ള പ്രശ്നം എന്നാണെന്നറിയോ, വിഷമം എന്നാണെന്നറിയോ, ഈ ഒരു ദിവസം യുദ്ധമൊക്കെ തീരുമാനിച്ചു എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഗാന്ധാരി ദുര്യോധനോട് പറഞ്ഞു, മോനെ പോയി കുളിച്ചിട്ട് വരാം, മുങ്ങി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. വിവസ്ത്രനായിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ മുൻപിൽ. അപ്പം ദുര്യോധനൻ അറിഞ്ഞൂടാ അമ്മ എന്തിനാ ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞതെന്ന്. പക്ഷേ എന്നാ അമ്മയാണെങ്കിലും എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രായമായിട്ടുള്ള ഒരാൾ ഒരു മകനെങ്ങനെയാണ് ജനിച്ച പടിയ വസ്ത്രമൊന്നും ഇല്ലാതെ അമ്മയുടെ അടുത്ത് പോകുന്നത് എങ്ങനെയാണ് എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, ഒരു ഇല വെച്ച് മറച്ചു എന്നാണ് പറയുന്നത്. ആ തുടയും അവിടുത്തെ ഭാഗങ്ങളുമൊക്കെ. അങ്ങനെ ചെന്നു. അപ്പം അമ്മയെ ഞാൻ വന്നു എന്ന് പറഞ്ഞു ചെന്ന് വേഗം കണ്ണിലേക്ക് എട്ടം കഴിച്ചു. കാരണം ഇത്രയും കാലത്തെ ആ ഒരു തപസ് തന്നെയായിരുന്നല്ലോ ഇത്. ഈ ലോകം കാണാതെ ഇങ്ങനെ കണ്ണ് മൂടിക്കെട്ടി നടന്ന ആ തപസ്സിൻ്റെ ഫലം ആ കണ്ണുകളിൽ കൂടി ആ ശക്തി മുഴുവനും ആ മകൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെ പക്ഷേ അപ്പോഴേ ഗാന്ധാരിക്ക് മനസ്സിലായി, ഇവനീ ഇങ്ങനെ കുറച്ച് ഭാഗത്ത് മാത്രം ആ ശക്തി ആ ഊർജം പ്രവഹിച്ചിട്ടില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമാകുമെന്ന്. പിന്നെയും ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഈ ഭീമനാണ് എല്ലാ മക്കളെയും കൊന്നത്, 100 പേരെയും കൊന്നത് ഭീമനാണ്. അപ്പം ഭീമനുമായിട്ട് ഗദായുദ്ധം, ഇവർ രണ്ടുപേരും ഭയങ്കര ഗദായുദ്ധത്തിൽ മിടുക്കന്മാരാണ്. ദുര്യോധനനും അതെ, ഭീമനുമുണ്ട്. ഇപ്പം ഈ ഗദായുദ്ധമാണെങ്കിൽ അരയ്ക്ക് കീഴ്പോട്ട് അടിക്കില്ല, അതൊരു നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് അടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവനെ കൊല്ലാനൊക്കില്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ഈ ഗദായുദ്ധം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഭീമൻ വിഷമിക്കുകയാണ്. ഒരു വിധത്തിലും ദുര്യോധനെ തളർത്താനോ തകർക്കാനോ പറ്റണില്ല. ആ സമയത്ത് ഈ ഭീമനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു ഭാവത്തിൽ ഇങ്ങനെ തുടയിൽ താളം പിടിച്ചു എന്നാണ് പറയണത്. അപ്പോഴേ ഭീമന് മനസ്സിലായി ഇതൊരു ഇൻഡിക്കേഷനാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അന്നേരം ആ ഗത എടുത്തിട്ട് ധർമ്മയുദ്ധത്തിനെതിരായിട്ടാണ് ചെയ്തത്. ശരിക്കും യുദ്ധനീതിക്കെതിരായിരുന്നു അത്. തുടക്കിയിട്ട് അടി കൊടുത്തു. അങ്ങനെയാണ് കൊന്നത്. ആ ഒരു പക, എൻ്റെ മകൻ ആ കൃഷ്ണൻ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ദുര്യോധനൻ ഒരിക്കലും മരിക്കില്ലായിരുന്നു എന്നൊരു ചിന്തയുണ്ട്. അതെല്ലാം കൂടെയാണ് ഇങ്ങനെ ഗാന്ധാരിയുടെ മനസ്സിൽ കടന്ന് കളിക്കുവാണേ. ആ സമയത്ത് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവസാനം പറഞ്ഞു, കൃഷ്ണ നീ ഒരൊറ്റ ആൾ മൂലമാണ് ഇതെല്ലാം നടന്നത്. നമുക്കറിയാമല്ലോ, ശാപം അറിയാമല്ലോ. ഇന്നേക്ക് 36 വർഷം കഴിയുമ്പോൾ നീയും നിൻ്റെ കുലവും തമ്മിൽ തല്ലി തന്നെ ചാവും. എൻ്റെ കുലം മുഴുവനും നീ നശിപ്പിച്ചില്ലേ, അതുപോലെ നിൻ്റെ കുലവും നശിക്കും എന്ന് പറഞ്ഞു. ഉടനെ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, അമ്മേ അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗാന്ധാരിയുടെ ശാപം അത് ഫലപ്രദമായി. നമുക്കെല്ലാവർക്കും അറിയാലോ, അത് ഫലവത്തായി. അങ്ങനെ ഇവരെല്ലാവരും കൂടെ, യാദവന്മാരെല്ലാവരും കൂടെ തമ്മിത്തല്ലി. ആ ഇരുമ്പുലക്കയുടെ കഥയും ഒക്കെ നമുക്കറിയാം. എല്ലാവരും അങ്ങനെ ഏരകപ്പുല്ലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കുത്തി എല്ലാവരും പോയി. ഭഗവാനും അതേ സമയം തന്നെ പോയി. അപ്പോൾ ആ ഗാന്ധാരി അമ്മയുടെ ആ ശക്തി നമ്മളെല്ലാവരും ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാളാണില്ലേ ഗാന്ധാരി അമ്മ. തീർച്ചയായിട്ടും അതെ. അപ്പം അങ്ങനെയുള്ള ആ കുലസ്ത്രീകളെ ഓർമ്മിച്ചുകൊണ്ട് ഗാന്ധാരിയെയും കുന്തിയെയും പാഞ്ചാലിയെയും ഒക്കെ അവരുടെ മുൻപിൽ നമിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.